നമസ്കാരം. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു വീണ സംഭവത്തിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷക സംഘം. ക്യാപ്റ്റൻ വിംഗ് കമാൻഡർ നമാം സാൽ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നതായി അന്വേഷണ സംഘം അറിയിക്കുന്നു. പൈലറ്റ് ഇജക്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും വിമാനം പെട്ടെന്ന് വീണതിനാൽ ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാനുള്ള ശ്രമം ഫലം കണ്ടില്ല എന്നാണ് അന്വേഷക സംഘത്തിന്റെ കണ്ടെത്തൽ. വിമാനത്തിന് പെട്ടെന്ന് എന്തെങ്കിലും സാങ്കേതിക പിഴവ് സംഭവിച്ചോ എന്നും പൈലറ്റിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. അന്വേഷണ സംഘം ദുബായ് വ്യോമയാന അതോറിറ്റിയിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുകളിൽ വെച്ചാണ് ഇന്ത്യയുടെ യുദ്ധവിമാനമായ തേജസ് തകർന്നു വീണത്. സംഘമായുള്ള പ്രകടനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഒറ്റയ്ക്ക് അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെയാണ് വിമാനം നിയന്ത്രണം വിട്ട് തകർന്നത്. വിമാനം മുകളിലേക്ക് കുതിച്ചുയർന്ന് കരണം മറിയുന്നതിനിടെ നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഒറ്റ സീറ്റുള്ള ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് തേജസ്. ഈ വിമാനം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:10 2 ദിവസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണത്. ദൃക്സാക്ഷി വിവരണങ്ങളും വീഡിയോകളും വ്യക്തമാക്കുന്നതനുസരിച്ച് വിമാനം നെഗറ്റീവ് ജി ഫോഴ്സിൽ നിന്നും പുറത്തു വരുന്നതിൽ പരാജയപ്പെട്ടിരിക്കാം എന്നാണ് വ്യോമയാന വിദഗ്ധർ പറയുന്നത്. ഗുരുത്വാകർഷണ ദിശയ്ക്ക് വിപരീത ദിശയിൽ അനുഭവപ്പെടുന്ന ശക്തിയാണ് നെഗറ്റീവ് ജി ഫോഴ്സ്. 2 വർഷത്തിനിടെ വിമാനം അപകടത്തിൽ തേജസ് ഉൾപ്പെട്ടിട്ടുണ്ട്. 2 തവണയാണിത്. ഇത് രണ്ടാമത്തെ അപകടമാണ് നടന്നത്. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ ജയ്സൽമേറിൽ തേജസ് വിമാനം തകർന്നിരുന്നു. 2001 ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷമുള്ള വിമാനത്തിന്റെ 23 വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ അപകടമായിരുന്നു ജയ്സൽമേറിലേത്. ആ അപകടത്തിൽ പൈലറ്റ് പുറത്തേക്ക് തെറിച്ച് രക്ഷപ്പെട്ടിരുന്നു. തേജസ് ഒരു 4.5 തലമുറ വിവിധോദ്ദേശ യുദ്ധ വിമാനമാണ്. വ്യോമ പ്രതിരോധ ദൗത്യങ്ങൾ, ആക്രമണങ്ങൾക്ക് വ്യോമ പിന്തുണ, ക്ലോസ് കോമ്പാക്ട് ദൗത്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് തേജസ് നിർമ്മിച്ചത്. അതിന്റെ വിഭാഗത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് തേജസ്. 0 ഉയരത്തിലും 0 വേഗതയിലും പോലും പൈലറ്റുമാർക്ക് സുരക്ഷിതമായി പുറത്തേക്ക് തെറിക്കാൻ കഴിയുന്ന മാർട്ടിൻ ബേക്കേഴ്സ് 00 ഇജക്ഷൻ സീറ്റാണ് ഈ ജെറ്റിന്റെ ഒരു പ്രധാന പ്രത്യേകത. എന്തായാലും ഉയരക്കുറവ് കാരണമാണ് ദുബായിലെ എയർ ഷോയിൽ നടത്തിയ അപകടത്തിൽ നിന്നും വിംഗ് കമാൻഡർ പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിക്കാതെ പോയതെന്നാണ് അന്വേഷക സംഘത്തിന്റെ നിലവിലെ നിഗമനം. എന്തായാലും പ്രാഥമിക തലത്തിൽ അന്വേഷണം പുരോഗമിച്ചിട്ടുണ്ട്. നിർണായകമായ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബ്ലാക്ക് ബോക്സ് അടക്കം പരിശോധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കാഴ്ചക്കാർക്ക് മുന്നിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. വിമാനം ഉയരം നഷ്ടപ്പെട്ട് അതിവേഗം താഴേക്ക് പതിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം കറുത്ത പുകയുടെ വലിയൊരു നിരയും ഉയർന്നു. സന്ദർശകരിലടക്കം പരിഭ്രാന്തി ഉണ്ടാക്കി. ഇന്ത്യയുടെ കാലഹരണപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ ശേഖരം നവീകരിക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് തേജസ് പദ്ധതി. 2014 ആദ്യ തേജസ് സ്ക്വാഡ്രൺ നമ്പർ 45 ഫ്ലൈയിങ് ഡാഗേഴ്സ് IAF ഉൾപ്പെടുത്തിയത്.